എന്തൊക്കെയാണ് തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥനയിൽ അരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തത്, ലൂക്കായുടെ സുവിശേഷം അതിന്റെ 18-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: ലഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ഈശോ തന്നെ പറഞ്ഞു, ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കുക. നിന്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതെ, നിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കുക. ഇവിടെ ഒരു ഉപമയും കൂടി കർത്താവ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരു വിധവയെ കുറിച്ച് മനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്തൊരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. എന്നിട്ട് പറയുകയാണ്, ഈ വിധവ പോയി നിരന്തരം ശല്യപ്പെടുത്താൻ തുടങ്ങി ന്യായാധിപനെ. അപ്പൊ ന്യായാധിപൻ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്, ശല്യം സഹിക്കാതെ വന്നപ്പോ പറയുന്ന ഒരു കാര്യമുണ്ട്: ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ഒരു നീതിബോധമില്ലാത്തവൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ ന്യായാധിപൻ പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കുകയും, അങ്ങനെയെങ്കിൽ രാവും പകലും നിരന്തരം ഭഗ്നാശരാകാതെ പ്രത്യാശ വിടാതെ തന്നെ വിളിച്ചു കരയുന്ന തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലയോ? അവിടെ നിന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അപ്പൊ ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കാന്നുള്ളതുള്ളൂ. നിരന്തരം ഈ വിധവ പ്രാർത്ഥിച്ചതുപോലെ നിരന്തരം തമ്പുരാന്റെ മുമ്പില് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്, തെസ്സലോനിക്കാർക്ക് എഴുതില്ലേ, 1 തെസ്സലോനിക്ക 5:14 കർത്താവ് പറയുന്നില്ല, 16, 17, 18 വചനങ്ങളിൽ പറയുന്നത് നിരന്തരം പ്രാർത്ഥിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എന്നല്ലേ വചനം പറയുന്നത്. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായി, ദൈവത്തോടുള്ള ഐക്യമായ ഒരു ബന്ധമായിട്ട് മാറണമെന്ന്. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുവിൻ, നിങ്ങൾ സന്തോഷത്തോടു കൂടി ഇരിക്കുവിൻ. ഈ 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതാണ് യേശു ക്രിസ്തുവിൽ എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം. അതിന് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുവിൻ. എപ്പോഴും സന്തോഷിക്കാൻ പറ്റോ? വേദനകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ആകുലതകളുണ്ട്, വിഷമങ്ങളുണ്ട്, അപ്രതീക്ഷിതമായ ജീവിതത്തിന്റെ തകർച്ചകളുണ്ട്, രോഗങ്ങളുണ്ട്, പരാജയങ്ങളുണ്ട്, പട്ടിണിയുണ്ട്, ദാരിദ്ര്യമുണ്ട്, കടബാധ്യതയുണ്ട്. ഇതിന്റെ നടുവിലും നിനക്ക് ആനന്ദിക്കാൻ പറ്റോ? അതാണ് ദൈവഹിതം. നിത്യമായ ഒരാനന്ദത്തിലേക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ പ്രവേശിക്കണമെന്ന് സ്വർഗീയ പിതാവ് ആഗ്രഹിച്ചത് കൊണ്ടല്ലേ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടും അവനെ നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നിട്ട് നമ്മൾ സ്വർഗത്തിന്റെ ആനന്ദം ഈ ഭൂമിയിൽ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചത് കൊണ്ടല്ലേ. ഇപ്പൊ കർത്താവ് പറയാണ്, നിങ്ങൾ എപ്പോഴും ആനന്ദത്തോടു കൂടിയിരിക്കുവിൻ. എന്നിട്ട് പറയാണ്, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. എന്ന് പറഞ്ഞാൽ എപ്പോഴും അതരം കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. വിശുദ്ധ അസീസ് പറയുന്നത്, പ്രേ ഓൾവേസ്, എപ്പോഴും പ്രാർത്ഥിക്കുക, പക്ഷേ ആവശ്യമുള്ളപ്പോൾ വാക്കുകൾ ഉപയോഗിക്കുക. വാക്കുകൾ ഉപയോഗിക്കാതെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വേളകളിലും ദൈവത്തോട് ഐക്യപ്പെട്ട്, യേശുവിനോട് ഐക്യപ്പെട്ട് നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ, ആ ഐക്യത്തിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റിയാൽ, പ്രിയപ്പെട്ടവരെ, അതൊരു പ്രാർത്ഥനയായിട്ട് മാറും. ഈ ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ എന്നെ അർത്ഥമാക്കുന്നത് എപ്പോഴും ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുക. നീ ചോദിച്ചത് ഇപ്പൊ കിട്ടിയില്ലെങ്കിലും, നീ യാചിച്ചത് ഇപ്പൊ ലഭിച്ചില്ലെങ്കിലും, നീ കണ്ണുനീരോടെ നിലവിളിച്ചിട്ട് മാസങ്ങളായി, വർഷങ്ങളായി, എന്നിട്ടും കാര്യങ്ങൾ നടന്നില്ലെങ്കിലും രാവും പകലും ഇടവിടാതെ നീ ദൈവത്തെ വിളിക്കുക, ഇടവിടാതെ ദൈവത്തോട് ചേർന്നിരിക്കുക, വിട്ടുപോകാതെ ഇടവിടാതെ എന്ന് പറഞ്ഞാൽ വിട്ടുപോകാതെ അവനോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. അപ്പൊ ഭഗ്നാശരാകാതെ, നിന്റെ പ്രത്യാശ വിടാതെ വേണം നീ പ്രാർത്ഥിക്കാൻ. ഭഗ്നാശരാകാതെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കാൻ തമ്പുരാൻ ഒരു ഉപമ പറഞ്ഞു. അപ്പൊ തമ്പുരാൻ ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ തമ്പുരാൻ പറയുന്നത്. ഭഗ്നാശരാകരുത്. എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളെ കുറിച്ച് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന മക്കളാണോ? തമ്പുരാന് കൊടുക്ക്. അവസാന ശ്വാസം വരെ നിങ്ങളുടെ പ്രതീക്ഷ കൈവെടിയരുത്.